എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. 2026, അതായത് ഈ വർഷം വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് നോട്ടിഫിക്കേഷൻസിൽ ഒന്നാണ് LDC നോട്ടിഫിക്കേഷൻ. പാവപ്പെട്ടവരുടെ IAS എന്നറിയപ്പെടുന്ന കേരള PSC നടത്തുന്ന പരീക്ഷകളിലെ ഏറ്റവും അധികം നിയമനം നടക്കുന്ന നോട്ടിഫിക്കേഷൻ ഏത് തന്നെയാണ്? LDC നോട്ടിഫിക്കേഷൻ തന്നെയാണ്. സോ ഇനി അങ്ങോട്ട് പഠിച്ചു തുടങ്ങാൻ പോകുന്ന ഒരുപാട് പേര് അവരുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതും ഏത് എക്സാമിലായിരിക്കും? LDC എക്സാമിലായിരിക്കും. ഒരു ജോലി കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള, സാധ്യത കൂടുതലുള്ള, 10ാം ക്ലാസ് മാത്രം ക്വാളിഫിക്കേഷൻ ഉള്ള, ഏറ്റവും മികച്ച പ്രൊമോഷൻ ചാൻസ് ഉള്ള ഒരു അടിപൊളി ജോലിയാണ് LDC ആയിട്ട് വരുന്നത്. അപ്പോ ഇനി എല്ലാവരും ചിന്തിക്കുന്ന ഒരൊറ്റ ക്വസ്റ്റ്യൻ ഇതാണ്: എന്നായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്? എന്ന് നോട്ടിഫിക്കേഷൻ വരും, എന്നതിന്റെ എക്സാം കാണും, എന്ന് റാങ്ക് ലിസ്റ്റ് വരും, എപ്പോ നമുക്ക് ജോലി കിട്ടും, എങ്ങനെയാണ് നമ്മുടെ ജോലിയുടെ സ്വഭാവം, അങ്ങനെയൊക്കെ അറിയാനായിട്ട് എല്ലാവർക്കും ഒരു ആഗ്രഹം കാണും. അപ്പൊ നമുക്ക് നോക്കാം LDC നോട്ടിഫിക്കേഷൻ എന്നാണ് വരാൻ സാധ്യത. ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അതിന് മുമ്പായിട്ട് സൂപ്പർ നോട്ട്സിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളാം. ഏറ്റവും നല്ല കണ്ടന്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിത്യമായിട്ട് എപ്പോഴും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. സോ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഈ കാണുന്നതാണ് കഴിഞ്ഞ LDC നോട്ടിഫിക്കേഷൻ, കാറ്റഗറി നമ്പർ 503/2023. ഇതാണ് ഇപ്പോ ഇതിനു മുമ്പ് വന്ന 2023 വന്ന LDC നോട്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ അവിടെ ഡേറ്റ് നോക്കി. ഡേറ്റ് വരുന്നത് എന്നാ? ഡേറ്റ് വരുന്നത് 30/11/2023 നോട്ടിഫിക്കേഷൻ വന്നത്. അതായത് 2023 നവംബർ മാസത്തിലാണ് ഇതിനു മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നത്. സോ 2023 3 വർഷത്തിന് ശേഷം 2026 ഒരു ഒക്ടോബർ മാസമോ നവംബർ മാസമോ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഈ വർഷം ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ. അപ്പൊ ഈ ഒക്ടോബർ നവംബർ എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ അയ്യോ ഇനി ഒരുപാട് കാലം കിടക്കല്ലേ മക്കളെ, പെട്ടെന്ന് അങ്ങ് പോകും. ഇപ്പൊ ഫെബ്രുവരി മാസമായി, 28 ദിവസമേ ഉള്ളൂ. ഫെബ്രുവരി ഓടി അങ്ങ് പോയി. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, അതായത് 7 മാസമേ ഉള്ളൂ. 7 മാസം കൂടെ കഴിഞ്ഞാൽ LDCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. LDC മാത്രമല്ല, അതിന്റെ കൂടെ LGS നോട്ടിഫിക്കേഷൻ വരും. LGS നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഇല്ലാത്തവർക്കുള്ള ഏറ്റവും നല്ല ചാൻസ് ആണ്. കാര്യം കോമ്പറ്റീഷൻ ഒക്കെ വളരെ കുറവാണ്. ഇപ്പൊ LDC ആയാലും LGS ആയാലും അതേപോലെ തന്നെയാണ്. പഠിച്ചാൽ ജോലി ഷുവർ ആണ്. ഓക്കെ, അപ്പൊ നോട്ടിഫിക്കേഷൻ ഒരു ഒക്ടോബർ നവംബർ മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് ഇതിന്റെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ, നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് വന്നത് 1/8/2025 നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് വന്നത്. അതായത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം 2025 ഓഗസ്റ്റ് മാസത്തിലാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത്. നോട്ടിഫിക്കേഷൻ അല്ല, സോറി, റാങ്ക് ലിസ്റ്റ് വന്നത് 2025 ഓഗസ്റ്റ് മാസമാണ്. ഓക്കെ, അപ്പൊ പുതിയ റാങ്ക് ലിസ്റ്റ് എപ്പോ നമുക്ക് പ്രതീക്ഷിക്കാം? 2028 ഓഗസ്റ്റ് 1 നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതായത് ഇങ്ങനെയാണ് അതിന്റെ ഫ്ലോ പോകുന്നത്. ഈ വർഷം 2026 ഒക്ടോബർ മാസം അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നു. 2026 ജൂലൈ മാസത്തിൽ അതിന്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. കാരണം കഴിഞ്ഞ എക്സാം നടന്നത് 2024 ജൂലൈയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ജൂൺ ജൂലൈ മാസത്തിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ 2027, അതായത് അടുത്ത വർഷം ഒരു ജൂൺ ജൂലൈ മാസത്തിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. എന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഒരു 6 മാസമൊക്കെ ആയിരിക്കും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കിട്ടുന്നത്. അതിനുശേഷം എക്സാം വരും. ഒറ്റ പരീക്ഷ മാത്രമേ വരത്തുള്ളൂ. കാരണം ഇത് ഒരു ജില്ലാതല റാങ്ക് ലിസ്റ്റ് വരുന്ന ഒരു പരീക്ഷയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രിലിംസ്, മെയിൻസ് അങ്ങനെ ഒരു സ്ട്രക്ചർ ആയിരിക്കത്തില്ല, മറിച്ച് ഒരൊറ്റ പരീക്ഷ മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ എത്ര മാസം മാത്രമേ ഉള്ളൂ? വെറും ഒരു 7 മാസം മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ. അപ്പൊ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോ. നമുക്ക് കയറാൻ പറ്റുന്ന അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു നോട്ടിഫിക്കേഷൻ ഇത് തന്നെയാണ്, LDC നോട്ടിഫിക്കേഷൻ തന്നെയാണ്. നമ്മൾ 14 ജില്ലകളും കൂടെ ചേർത്തെടുക്കുകയാണെങ്കിൽ, 14 ജില്ലകളും കൂടെ ചേർത്തെടുത്താൽ ഏതാണ്ട് 10,000+ നിയമനങ്ങൾ. 10,000 മുമ്പത്തെ റാങ്ക് ലിസ്റ്റിനകത്ത് അത്രയും പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോ നിയമനം ഇച്ചിരി സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഇനി അങ്ങോട്ട് കൂടുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാലും ഏറ്റവും ചുരുങ്ങിയത് 14 ജില്ലകൾ കൂടെ ചേർത്ത് ഒരു 7,500 മുതൽ ഒരു 8,000 വേക്കൻസിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതൊരു ചെറിയ വേക്കൻസി അല്ല, ഒരു വലിയ വേക്കൻസി തന്നെയാണ്. എന്ന് വെച്ചാൽ കേരള PSC നടത്തുന്ന പരീക്ഷകളിൽ ഏറ്റവും അധികം നിയമനം നടക്കുന്നത് ഒരു ഡൗട്ടും ഇല്ല എന്ന് നമുക്ക് പറയാം. ഏത് തന്നെയാണ്? LDC തന്നെയാണ്. അപ്പൊ ഒരു ബേസിക് സിലബസ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ. 2028 ആകുമ്പോൾ നിങ്ങൾക്ക് സർവീസിലേക്ക് കയറാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി സൂപ്പർ നോട്ട്സ് ഒരു പുതിയ ബാച്ച് വരുന്ന LDCക്ക് വേണ്ടി ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അടുത്ത മാസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് മാർച്ച് 3 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇപ്പോഴേ നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ബുക്ക് ചെയ്തോടാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. 8281223366. ഓക്കെ, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. ബേസ് ആയിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് പുതുതായിട്ട് പഠിച്ചു വരുന്ന ഒരു കുട്ടിക്ക് പോലും എല്ലാ
എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ബേസ് ആയിട്ടാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സമാധാനത്തോടെ നമുക്ക് പഠിക്കാം. ഒരു ദിവസം ഒരു 2 മണിക്കൂറൊക്കെ മാത്രം മാറ്റി വെച്ചാൽ മതി. സമാധാനത്തോടെ നമുക്ക് എന്താ പറയാ ഒരു സ്റ്റേബിൾ ആയിട്ട് നമുക്ക് പഠിച്ചങ്ങ് പോവാം. അപ്പോൾ സീറ്റ് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും, പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് സീറ്റ് ബുക്ക് ചെയ്തോ. എന്നിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. സോ March 3 ഡേറ്റ് മറക്കണ്ട, ക്ലാസ്സിൽ കാണാം. ഈ വർഷം ഒരു ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ക്ലാസ്സിൽ കാണാം.